കയർ ബോർഡ് ജീവനക്കാരിയായിരുന്ന ജോളി മധുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കുടുംബം ഡിജിപിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കയർ ബോർഡ് മേലുദ്യോഗസ്ഥരിൽ നിന്നും മാനസിക പീഡനം നേരിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജോളിയുടെ കുടുംബം പരാതി നൽകിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ അന്വേഷണ സംഘം രൂപീകരിച്ചാൽ അവർക്ക് അന്വേഷിക്കാൻ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ കയ്യിലുണ്ട്. കാരണം ജോളി അത് കുഴഞ്ഞു വീഴുന്നതിന് തൊട്ടു മുൻപ് എഴുതിയ കത്തടക്കം ശബ്ദരേഖയടക്കം എല്ലാം പുറത്തു വന്നതുമാണ്. രുചിഷ, നിലവിലെ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ടായിരിക്കും ഡിജിപിക്ക് സമർപ്പിക്കുക. പോലീസ് ഇതിൽ കേസെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. എന്തായാലും ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജോളി മധു വലിയ മാനസിക പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് കുടുംബം ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ MSME മന്ത്രാലയവും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ഉടൻ തന്നെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും. ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേലുദ്യോഗസ്ഥർക്കെതിരെ ഒരു കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിച്ചിരുന്നത്. ജോളി മധുവിന്റെ മരണത്തിന് കാരണം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് എന്നുള്ളതടക്കം പറഞ്ഞിരുന്നു. മാത്രമല്ല, ജോളി മധുവിന്റെ ഈ അവസാന സമയത്ത് ജോളി മധു എഴുതിയ കത്തെല്ലാം പുറത്തു വന്നു, ശബ്ദ രേഖ പുറത്തു വന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് രുചിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേലുദ്യോഗസ്ഥർക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ കുടുംബത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രുചിഷ്, ശരി സർ.